മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ഈ ഒരു സമയം വരെ ഒരു വാർത്ത പോലും ചെയ്യാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ബംഗാളിലെ വോട്ടെടുപ്പ് ദിനത്തില് കുമാർഗഞ്ച് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുവേന്ദു സർക്കാരിനെ അവിടെയുള്ള മമതയുടെ ഗുണ്ടകൾ വയലിലൂടെ വരെ ഓടിച്ച് അടിക്കുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മുടെ നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ വലിയ വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുക. 24 മണിക്കൂർ പിന്നിട്ടു. നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പോലും കൊടുത്തിട്ടില്ല. നമ്മുടെ രാജ്യത്തെ മഹത്തായ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് രാജ്യത്തെ പ്രതിപക്ഷമാണ് എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് തെളിവാണിപ്പോ നാഷണൽ മീഡിയാസിലൂടെ തന്നെ വ്യക്തമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു BJP സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ട് അടിക്കുന്ന ആരാ? മിക്കവാറും ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന് മമതയുടെ ഗുണ്ടകളായിട്ട് മാറിയിട്ടുള്ള ആളുകള്. അതേപോലെ തന്നെ മമതയുടെ സർവ ഗുണ്ടകളും ഇറങ്ങിയിട്ട് ഓടിക്കുക ഒരു സ്ഥാനാർത്ഥിയെ. നമ്മുടെ ജനാധിപത്യത്തെ അല്ലേ ഈ കശാപ്പ് ചെയ്യുന്നത്? ഞാനൊരു കാര്യം എടുത്തങ്ങ് മുന്നോട്ട് വെക്കാം, തെളിവ് സഹിത. ഈ രാജ്യത്തെ മഹത്തായ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ച് അതിന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാണ്, രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ. ഇത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. BJPയുടെ നേതൃത്വം ഒന്ന് വിരൽ ഞൊടിച്ചാൽ എന്തായിരിക്കും രാജ്യത്തെ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളുടെ അവസ്ഥ? പ്രതിപക്ഷത്തെ സ്ഥാനാർത്ഥികൾക്ക് ഓടാൻ സ്ഥലം മതിയാവാതെ വരില്ലേ? ഇത് വിവേകത്തോടുകൂടി മലയാളികൾ ചിന്തിക്കണോ? രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒന്ന് വിരൽ ഞൊടിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? ഒന്നുമില്ല, ഇതൊക്കെ നിയമപരമായിട്ട് നേരിടുക. പക്ഷെ ഒരു പണി വരാനുണ്ട്. ബംഗാൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്താൻ പോവുക. ഭാരതീയ ജനതാ പാർട്ടി ബംഗാളിൽ അധികാരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അന്ന് ഈ സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ടുള്ളവരുടെ അടിവേര് മാന്തിയിട്ട് അവരെ ബംഗ്ലാദേശിലേക്ക് തന്നെ ഓടിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഈ രാജ്യത്തെ ജനാധിപത്യത്തെയാണ് കശാപ്പ് ചെയ്യാൻ മമതയുടെ ഗുണ്ടകൾ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഏതു പാർട്ടി ആയിക്കൊള്ളട്ടെ, ഒരു പാർട്ടിയും ഇല്ലാത്ത ആളുകളായിക്കൊള്ളട്ടെ, ഒരാൾക്ക് മത്സരിക്കാനുള്ള സകല സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏതൊരു സ്ഥാനാർത്ഥി മത്സരിച്ചാലും ആ സ്ഥാനാർത്ഥിയെ ആര് ആക്രമിച്ചാലും അത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിനെ വെല്ലുവിളിക്കുന്നതിന് സമ. ബംഗാളിൽ BJP അധികാരത്തിലെത്താൻ പോവാ. ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയിട്ടുള്ള സകലതിനെയും അടിവേര് മാന്തിയിട്ട് പുറത്തേക്ക് ഓടിക്കും. ഒരു തർക്കവും വേണ്ട. ഇതിലൂടെയൊക്കെ നമ്മൾ മലയാളികളും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. ബംഗ്ലാദേശികൾ എന്ന് പറയുന്നത് സ്വതുവേ ഒരു തർക്കമില്ലാത്ത വിഷയം. അവിടെ എന്താണ് അവസ്ഥ? അവിടെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിവിനെയും അവിടെയുള്ള ബംഗ്ലാദേശിയിലെ ജിഹാദികൾ അടിച്ചൊടുക്കി. അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ നേതൃത്വത്തില് കൊല വരെ നടത്തുക. ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ട് കൊല വരെ ചെയ്തുകൊണ്ടിരിക്കുക ബംഗ്ലാദേശില്. ആ ബംഗ്ലാദേശികൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നുഴഞ്ഞു കയറി എത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത വിഷയ. ഒരു ആധാർ കാർഡ് പോലും ഇല്ലാതെ പലരും കള്ള ആധാർ കാർഡുകൾ ഉണ്ടാക്കി നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട്. ഇവരൊക്കെ തന്നെ ബംഗാളിൽ നിന്ന് വരിക, അപ്പുറത്ത് നിന്ന് വരിക, ഇപ്പുറത്ത് നിന്ന് വരികയാണ് എന്നൊക്കെയാ പറയുന്നത്. അവരൊന്ന് അധികരിച്ചാൽ നമ്മുടെ ജനാധിപത്യം തകരോ? അതാണിപ്പോ ബംഗാളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തേ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ രാജ്യത്തെ ജനാധിപത്യത്തെ പ്രതിപക്ഷം കശാപ്പ് ചെയ്യുന്നു എന്ന് ഒരു വാക്ക് പോലും വിളിച്ചു പറയാൻ ഇവരാരും രംഗത്തെത്താത്തത്? ഈ കഴിഞ്ഞ ദിവസം പോലും ഉണ്ണി ബാലകൃഷ്ണനൊക്കെ രംഗത്തെത്തിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്, ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന 24 മണിക്കൂറും വിളിച്ചു പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ മുതൽ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലെയും പ്രമുഖ അവതാരകരൊന്നും ഒരക്ഷരം മിണ്ടുന്നില്ല.
നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രാജ്യത്തെ പ്രതിപക്ഷം, മമതയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ജനാധിപത്യം കശാപ്പ് ചെയ്യുക എന്ന നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുക. സഹിതോ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്താ പറയുക, മീഡിയ വൺ ഉൾപ്പെടെ വിളിച്ചു പറയുന്നത്, ഓ ബംഗാളിൽ ഞങ്ങൾ ജയിക്കും. ആര്? ജനാധിപത്യത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന മമത ജയിക്കും. എങ്ങനെയാ മമത ജയിക്കുമെന്ന് ഇവർ പറയുന്നത്? ഇവർക്ക് ജനാധിപത്യമൊന്നുമില്ല. മമതക്ക് ഒരു സ്ഥലത്തും ജനാധിപത്യമൊന്നുമില്ല. മമതയെ കൈയടക്കിയിട്ടുള്ള ഗുണ്ടകളെയും വെച്ച് ഓരോ പ്രദേശവും പിടിച്ചെടുക്കുക. 2 ലക്ഷത്തിലധികം അർദ്ധ സൈനികരെ ഇറക്കിയിട്ട ഇത്തവണ അവിടെ ഇലക്ഷൻ നടക്കുന്നത്. ഏതു സമയത്തും ഗുണ്ടകൾ തോന്നിയതുപോലെ രംഗത്തിറങ്ങൂ. അത്രത്തോളം ഒരു നശിക്കുന്ന രീതിയിലേക്ക് ബംഗാളിനെ മമത എത്തിച്ചിട്ടുണ്ട്. ആ ബംഗാള് BJP പിടിക്കാൻ പോവാ. ജനാധിപത്യ സംവിധാനത്തിലൂടെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം ഭരിക്കുന്ന മിക്കവാറും സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഒരു ജനാധിപത്യമില്ല, ഒരു തേങ്ങയില്ല. അവിടെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയൊക്കെയുള്ള ആളുകൾ അവിടെ നിന്നൊക്കെ ഇവിടേക്ക് നുഴഞ്ഞു കയറിയിട്ട് മമത എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? വോട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്ത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് ആക്രമിച്ചിട്ടുള്ളത്. എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നത്, ഇതൊന്നും വാർത്ത പോലും എന്തുകൊണ്ടാ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ കൊടുക്കാത്തത്? പ്രതിപക്ഷം ജനാധിപത്യത്തെ തകർക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ പോലും വിളിച്ചു പറയാത്തത്? വെറുതെയാണോ അമിത്ഷാ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത്? നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള സകല ബംഗ്ലാദേശികളെയും പുറത്താക്കുമെന്ന്. വെറുതെയല്ല, ഈ രാജ്യത്തുള്ളവർക്ക് ഇവിടെ നിൽക്കാം, പക്ഷേ നുഴഞ്ഞു കയറിയവരെ സകലരെയും പുറത്താക്കും. അവരെത്രത്തോളം അപകടമാണ് എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് തെളിവാ. ഒരു സ്ഥാനാർത്ഥിയെ അടിച്ചോടിക്കുക. ഇത് തിരിച്ചറിയാഞ്ഞിട്ടല്ല, ഈ രാജ്യത്തെ നിയമത്തോട്, ഈ രാജ്യത്തോടുള്ള ആ ഒരു അമിതമായ കൂറ് കാരണം, അമിതമായ സ്നേഹം കാരണം, രാജ്യത്തെ നെഞ്ചോട് ചേർക്കുന്നവരായതുകൊണ്ടാ ഈ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇതേ ശൈലിയിൽ തിരിച്ചടിക്കാത്തത്. ഇതേ ശൈലിയിൽ ഒരു അടി അങ്ങ് കിട്ടിയാൽ നമ്മുടെ മാധ്യമങ്ങൾ മമതയുടെ സ്ഥാനാർത്ഥിയെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അടിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ 1000കണക്കിന് വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യില്ലേ? ഓ ജനാധിപത്യം തകർന്നേ എന്ന് വിളിച്ചു പറയില്ലേ? ഓ മഹത്തായത് തകർക്കുന്നേ എന്ന് പറയില്ലേ? ഇതിപ്പോ BJP സ്ഥാനാർത്ഥിക്കെതിരെ മമതയുടെ ഗുണ്ടകൾ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ഒരാൾക്കൊന്നും മിണ്ടാനില്ല. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്നത് പക്ഷം ചേർന്ന് കൃത്യമായിട്ട് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും CPIക്കും മുസ്ലിം ലീഗിനും ഒപ്പം നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലെയും അവതാരകർ. അതല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ടാണ് അന്തിച്ചർച്ച നടത്താത്തത്? ഇത് അന്തിച്ചർച്ച നടത്തേണ്ട ഒരു വിഷയമല്ലേ? രാജ്യത്തെ ജനാധിപത്യത്തെ അല്ലേ കശാപ്പ് ചെയ്യുന്നത്? ഇതൊക്കെ സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാ. ഇവിടെ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നത്, ഇവിടെ സകല ഈ രാജ്യത്തിന്റെ നിയമങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യം ഭരിക്കുന്നവരാണ്. രാജ്യത്തെ പ്രതിപക്ഷം നമ്മുടെ മഹത്തായ ജനാധിപത്യത്തെ പോലും കശാപ്പ് ചെയ്യുന്നു എന്നുള്ളത് സകലരും തിരിച്ചറിയുക.